അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 182 ആയത്ത് വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ قبلكم لعلكم تتقون يا أيها الذين. ഇവിടെ മദ്ദശ്ശരും ഹംസയും ഒരേ വേർഡിലാണ് വന്നിട്ടുള്ളത്. കാണുമ്പോൾ തോന്നും, പക്ഷേ ഇവയെ രണ്ട് വേർഡുകളായിട്ടാണ് പരിഗണിക്കുന്നത് കേട്ടോ. യാ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്ന യാ ഉനിദ ആണ്. യാ എന്നുള്ളത് ഒരു വേർഡും അയ്യുഹ എന്നുള്ളത് മറ്റൊരു വേർഡും. അപ്പോൾ ഇവിടെ വരുന്ന മദ്ദിൻ്റെ ലെങ്ത്ത് 2 or 4 കൗണ്ടാണ്. യാ അയ്യുഹല്ലദീൻ. ഹ കൂടെ വരുന്ന മദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ലാമിന് ശ്രദ്ധ കൊടുക്കുക, രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക, മണിക്കാതെ നോക്കുക. ദാലിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ആമനു. ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക. നൂനിൻ്റെ കൂടെ വാവ് മദ്ദാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക. കുതിബ അലൈക്കും. ത ലൈറ്റ് ലെറ്റേഴ്സിൽ പെട്ടതാണ്, ലൈറ്റാക്കി കൊടുക്കുക. കുതിബ എന്ന് പറയരുത്, കുതിബ. കുതിബ അലൈക്കും. അതിൻ്റെ മഖ്റജ് വരുന്നത് തൊണ്ടയുടെ മധ്യഭാഗമാണ്. സൗണ്ടിന് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. അലൈക്കുമുസ് സിയാം. സ്വാദ് ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ കെസ്റയാവുന്ന സമയത്ത് നമ്മൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. യാ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കമാ കുതിബ അലല്ലദീൻ. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. കുതിബ ത ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. അലല്ലദീൻ. അതിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക, ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ലാമിന് ശ്രദ്ധ വന്നു, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, മണിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക. ദാലിൻ്റെ കൂടെ യാമദ്ദാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക കേട്ടോ. മിൻ ഖബലിക്കും. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള ഖാഫ് വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. നൂനിൻ്റെ സൗണ്ടിനെ ഒന്ന് ഹൈഡ് ചെയ്യുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ ഉന്ന കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ നാവിനെ മുകളിൽ തട്ടിക്കാതെ നോക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണല്ലോ, അപ്പോൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഖാ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. ബ ഖൽഖല ലെറ്റർ ആയതുകൊണ്ട് സുക്കൂനാവുന്ന സമയത്ത് ഫുൾ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുക്കുക കേട്ടോ. ഖബലിക്കും ലഅല്ലക്കും. അതിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ലഅല്ലക്കും തത്തഖൂൻ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ഇനി അവസാനത്തിൽ മദ് ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അയ്യാമം മഅദൂദാത്. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. അയ്യാമം മഅദൂദാത്. ഇവിടെ യാക്ക് ശ്രദ്ധ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മീമിന് ഫതഹ് തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇതാ ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. തെൻവീനുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അയൻ ഖൽഖല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. മഅദൂദാത്ത് നോതരുത്, മഅദൂദാത്ത്. ദാലിൻ്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്ക് അവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ താക്കു സുക്കൂന് കൊടുക്കുമല്ലോ, ആ സമയത്ത് ഇവിടെ മദ് ആര് സുക്കൂനായിട്ട് മാറും. 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യുക കേട്ടോ. ഫമൻ കാന മിൻകും. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് വെറ്റായ ഭാഗത്ത് വെക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള കാഫ് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക.
ഫമൻ കാന കാഫ് ചരിക്കുമ്പോൾ കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക കേട്ടോ. മിൻകും നൂൻ സാക്കിനയ്ക്ക് ശേഷം വീണ്ടും ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള കാഫ് വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നമ്മുടെ നാവിനെ മുകളിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. മിൻകും മരീളോ, മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇദ്ഗാം ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദ്ഗാം. സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോട് കൂടി ഓതി കൊടുക്കുക. റോ കെസ്ര ആയതുകൊണ്ട് നമ്മൾ രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക. യാമദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. വാദ് ഇസ്തിഅലായിൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഈം ചെയ്യണം. വാദിന് ഫതഹ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇവഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹംസയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക, മണിക്കാതെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക കേട്ടോ. മരീവൻ ഔ അല, അതുപോലെ ഓത. അല എന്നുള്ള വേർഡിൽ ഹൈനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. സഫരും ഫഇദ്ദ, ഫ ലൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക. റോക്ക് കെസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള ഫ വന്നു. തെൻവീനിലുള്ള നൂനിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കാതെ ഒന്ന് ഹൈഡയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഉന്ന കൊടുക്കുകയും ചെയ്യുക കേട്ടോ. അയനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാം. ഫഇദ്ദതും മിൻ, ദ ത വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള മീം വന്നു. തെൻവീനിലുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോടുകൂടി ഓതി കൊടുക്കുക കേട്ടോ. ഫഇദ്ദതും മിൻ, നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇവഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹംസ വന്നു. അപ്പോൾ നൂൻ സാക്കിനെ നമ്മൾ വ്യക്തമാക്കിയിട്ട് മണിക്കാതെ ഓതി കൊടുക്കുക. മിൻ അയ്യാമിൻ അവിടെ ഓതരുത്. ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ, യാ ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മീമിന് കിസ്ര തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇവഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹംസ വന്നു. അപ്പോൾ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെയും നമ്മൾ വ്യക്തമായിട്ട് കേൾപ്പിക്കണം, മണിക്കാതെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക കേട്ടോ. അയ്യാമിൻ ഉഖർ, ഹ ഇസ്തിഅലായുടെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്ക് അവിടെ അനുവദനീയമാണ്. ഇനി നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂന് കൊടുക്കുമല്ലോ. അപ്പോൾ റാ സുക്കൂനാണ്, സുക്കൂന് കിട്ടും. അതിൻ്റെ മുന്നിൽ അക്ഷരത്തിന് ഫതഹ വന്നാൽ നമ്മൾ റായെ ഉയർത്തിയിട്ടാണ് ഉച്ചരിക്കുക കേട്ടോ. അയ്യാമിൻ ഉഖർ, അതുപോലെ ഉയർത്തിയിട്ട് വഖഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.